ഉത്തർപ്രദേശ് കാൺപൂരിൽ 14 വയസ്സുകാരിക്ക് നേരെ പോലീസ് ഉദ്യോഗസ്ഥന്റെയും കൂട്ടാളികളുടെയും ക്രൂരത. സബ് ഇൻസ്പെക്ടറും കൂട്ടാളികളും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കാറിനുള്ളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ അമിത് കുമാർ മൗര്യ ഒളിവിൽ. കാൺപൂർ സേച്ചന്തിയിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ആക്രമണം. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പെൺകുട്ടിയെ SUV കാറിലെത്തിയ പ്രതികൾ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു. 2 മണിക്കൂർ നീണ്ട അതിക്രമത്തിനൊടുവിൽ വീടിനു സമീപത്തെ ആളൊഴിഞ്ഞ മേഖലയിൽ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു. ആക്രമിച്ചവരിലൊരാൾ പോലീസ് യൂണിഫോം ധരിച്ചിരുന്നതായി പെൺകുട്ടി മൊഴി നൽകി. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ പ്രതികളിലൊരാളായ യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തു. സബ് ഇൻസ്പെക്ടർ അമിത് കുമാർ മൗര്യ ഒളിവിലാണ്. സബ് ഇൻസ്പെക്ടറെ സർവീസിൽ നിന്നും പിരിച്ചുവിടും. सचंडी में एक बालिका के साथ दुष्कर्म का अभियोग पंजीकृत करा गया था. अज्ञात लोगों के खिलाफ लिखा गया था, जिसमें उन आरोपों के आधार पर 2 लोगों का पता लगा है और इसमें एक अभियुक्त को पकड़ा जा चुका है और दूसरे एक पुलिस के सब इंस्पेक्टर का नाम प्रकाश में आया है. उनके लिए दबिशें दी जा रही हैं, वो फरार चल रहे हैं. 4 टीमें लगाई गई हैं. जल्द से जल्द उनकी गिरफ्तारी सुनिश्चित कराई जाएगी. കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ SHOയെ സസ്പെൻഡ് ചെയ്തു. പരാതി ലഭിച്ചിട്ടും കൃത്യമായി മൊഴി രേഖപ്പെടുത്താനോ അന്വേഷണം നടത്താനോ SHO തയ്യാറായിരുന്നില്ലെന്നാണ് കണ്ടെത്തൽ. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.